വി.ഡി. സതീശൻ സർക്കാർ നിലവിൽ വന്നിട്ട് ഒരു മാസം പിന്നിടുകയാണ്. മാഷ് എത്ര മാർക്ക് കൊടുക്കും? സതീശന് മാർക്കിടാൻ നമുക്ക് സത്യം പറഞ്ഞാൽ സമയമായിട്ടില്ല. പക്ഷേ ഈ ഒരു മാസത്തെ മാർക്കാണെങ്കിൽ ഉം, അത് ഏത് നേതാവിനും കൊടുക്കേണ്ട ഒരു ഒരു ആനുകൂല്യമാണ്. ഉം, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞങ്ങള് അധ്യാപകര് ഉം, വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും വിദ്യാർത്ഥിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സതീശന് ഞാൻ 8 മാർക്ക് കൊടുക്കും. എന്തുകൊണ്ടാ വെച്ചാൽ ഉം, കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് അന്തിമമായി ഈ ഭരണത്തിന്റെ ഗുണദോഷങ്ങൾ വിലയിരുത്താൻ സമയമായിട്ടില്ല. ഒരു മാസേ ആയിട്ടുള്ളൂ. ഈ ഉം, ഒരു മാസം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ ആ 8 മാർക്കിൽ 5 മാർക്കും കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഇന്ന് വരെയുള്ള യുഡിഎഫും എൽഡിഎഫും മാറി മാറി ഭരിച്ചപ്പോഴും ഇലക്ഷൻ കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയ പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്തൊരു കടലാസ് ഉണ്ടല്ലോ, അതെ. മാനിഫെസ്റ്റോ. മാനിഫെസ്റ്റോ. ആ വാക്ക് പിന്നെ ആരും ഉച്ചരിച്ച് കേൾക്കാറില്ല. നീ നിനക്ക് ഓർമ്മയുണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. ഇല്ലേ? മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ ആരും പറയാറില്ല. ആരെങ്കിലും പത്രക്കാരോ പ്രതിപക്ഷമോ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്, എന്തെങ്കിലും ഇഷ്യൂ ഉയർന്നു വരുമ്പോഴാണ്, ഓ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ഇവരെ തന്നെ പരിശോധിക്കുക. സതീശന് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ മാർക്ക് ഇലക്ഷൻ മാനിഫെസ്റ്റോ മറന്നില്ല അദ്ദേഹം. ഉം, പറഞ്ഞ ഉത്തരവുകളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ആവുന്നതൊക്കെ, ഇനി അതിന്റെ ഇഷ്യൂസ് ഒക്കെ വേറെ നേരിടും. ഒന്ന്, ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ വലിയ നമ്മൾ അന്ന് നമ്മൾ പരിഹസിച്ച് തള്ളിയൊരു സാധനമായിരുന്നല്ലോ, സൗജന്യം. സ്ത്രീകൾക്ക് അല്ല ഉം, സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യം. അത് നടത്തി പ്രശ്നമുണ്ട്. കെ എസ് ആർ ടി സിയെ വീണ്ടും കടത്തിലേക്ക് കുറേ സാങ്കേതിക ഉം, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞത് നടപ്പാക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു കടം ചായവെള്ളം. കടമല്ലേ എന്ന് വെച്ചാൽ പണ്ടും കടമല്ലേ, ഇതൊന്നും ചെയ്യാത്ത കാലത്തും കടമല്ലേ. പിന്നെ ഇതിപ്പോ പോരാ, ഓരോരുത്തർ എന്തൊക്കെ ഗുലുമാല ഉണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സ്ത്രീകൾക്ക് പോരാ, ഫാസ്റ്റ് ഓർഡിനറിയിൽ പോരാ. എടാ ഓർഡിനറിയിലെങ്കിലും കൊടുക്ക്, കൊടുത്തിട്ട് തുടങ്ങ്. ഇനി നിങ്ങൾ വരുമ്പോ നിങ്ങൾ ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ കൊടുത്തോ, ഉം, അങ്ങനെയല്ലേ പറയേണ്ടത്. ഇവർക്ക് പ്രതിപക്ഷത്തിന്റെ, ഇനി ആലോചിച്ച് നോക്കൂ, അങ്ങനെ ആഘോഷപൂർവ്വം സ്ത്രീകള് ഒരു 13 ലക്ഷം പേര് ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ ഒറ്റ ദിവസം. ദിവസം ഒറ്റ യാത്രയിൽ. അപ്പോ ആഘോഷപൂർവ്വം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിക്കുന്നത് കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള വരുമാനം ഉള്ളവരല്ല മഹാഭൂരിപക്ഷവും. അവർക്കിത് ഗുണകരമാണ്. ഇനി ചെറിയ വരുമാനത്തിന് ജീവിക്കുന്നവർക്ക് നീ ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. ഉം, നീ ഇപ്പൊ ബസ്സിലാണ് വരുന്നതെന്ന് വിചാരിച്ചോ. ചേരാനല്ലൂരിൽ നിന്ന് കൊച്ചിയിൽ വന്ന് തിരിച്ചു പോകാൻ നിനക്ക് വേണ്ടി ബസ് ഫെയർ നീക്കി വെക്കുന്ന ഫണ്ട് മിച്ചം വെക്കാൻ പറ്റിയാൽ നിന്റെ ഒരു കുട്ടിക്ക് ഒരു മാസത്തെ ഫീസ് കൊടുക്കാൻ ആ പൈസ പോരെ. അപ്പൊ ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി ചെയ്തു. ഒരു പ്ലസ് പോയിന്റ് അതാ. രണ്ട്, ബി.ജെ.പി പോലും ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടതുപക്ഷം ബഹിഷ്കരിച്ചു. ഉം, ബഹിഷ്കരിക്കുക. ഈ 140 മണ്ഡലത്തിലെ എം.എൽ.എമാര് 35 പേരെങ്കിലും അവരല്ലേ. അതെ. അവരെന്തിനാ ബഹിഷ്കരിക്കുന്നത്? ഒരു ഗവൺമെന്റ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക്, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ആനുകൂല്യം കൊണ്ടുവരുമ്പോൾ ബഹിഷ്കരിക്കാൻ പോകുന്നത് എന്ത് ജനാധിപത്യം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബി.ജെ.പി അവിടെ സമരം ചെയ്തത്. ബി.ജെ.പി സമരം ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കൊടുക്കുന്ന ഒരു ഭരണപരിഷ്കാരമല്ലേ, കൈയടിച്ച് സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്. ഞാൻ അതില് ഒരു മാർക്ക് ഉം, കൊടുക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇപ്പോ ഇവർക്ക് ആശാ വർക്കേഴ്സിന് 3000 കൂട്ടി കൊടുത്തല്ലോ. ഞങ്ങൾ പണ്ട് കൊടുത്തില്ലേ. ഇവരാണ് ഈ സമരത്തെ ഓർമ്മയില്ലേ? ആശാ ഉം, വർക്കേഴ്സിന്റെ സമരത്തോട് ഇവര് കാണിച്ച എന്തൊക്കെ നെറികേടും വൃത്തികേടുമാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അതെ. എന്തൊക്കെയാണ് CITU പോലെ അവരുടെ സംഘടനയിൽ ചേർന്നിട്ട് പോലും രക്ഷയില്ലാഞ്ഞിട്ടാണല്ലോ ഇവര് സ്വതന്ത്ര സംഘടന ഉണ്ടാക്കിയത്. അങ്ങനെ കുറെ ഇഷ്യൂസ്. അതുപോലെ ഈ ആ, പ്രമാദമായ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇരയാക്കപ്പെട്ട മനുഷ്യരെ 9 തവണ 2 IAS ഉദ്യോഗസ്ഥന്മാര്, ഉം, പ്രധാനപ്പെട്ട 2 പേര്, ബി അശോകും പ്രശാന്ത്. പ്രശാന്തും. 2 പേര്, പ്രശാന്തിനെ 9 തവണ സസ്പെൻഡ് ചെയ്തത്. ഈ അശോകിന്റെ സസ്പെൻഷൻ കോടതിയാണ് ഇടപെട്ട് തടഞ്ഞത്. ഞാൻ ഉം, പറയുന്നത് ഈ ഇവരെയൊക്കെ പുനഃസ്ഥാപിച്ചു. അതിന്റെ ഗുണവും ദോഷവും വേറെ വരട്ടെ. എന്തായാലും പറഞ്ഞത് അന്ന് ഇവർക്ക് വേണ്ടി സംസാരിച്ചാൽ ഇപ്പൊ നടപ്പാക്കണമല്ലോ. ഉം, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ അവിടെ അതുപോലെ ആരോഗ്യ വകുപ്പിൽ 2 നിയമനം. ഉം, ഒന്ന്, ഹർഷീന ഓർമ്മയില്ലേ? ഉം. വയറ്റിൽ ഉവ്വ് ഉവ്വ്. കത്രികയുമായിട്ട് വർഷങ്ങളോളം നടന്നിട്ട് നീതിക്ക് വേണ്ടിയും കോമ്പൻസേഷന് വേണ്ടിയും നിലവിളിച്ച വീണ ജോർജിനെ പോലെ അതെ, പിന്നെ അതെ. ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നിട്ട് പോലും അവരെ പരിഹസിച്ച് അവഗണിച്ചു വിട്ടതല്ലേ. അവർക്ക് ഉദ്യോഗം കൊടുത്തു. അതാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. ഉം, നഷ്ടപരിഹാരം എന്നാണ് ജീവിതം കൊടുത്തു തിരിച്ച്. അത് ഏത് മുരളീധരൻ ചെയ്താലും നമുക്കത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. 2, ആ ഒരു ഹാരിസ് ഉണ്ടായിരുന്നല്ലോ, ഹാരിസ് ചിറക്കൽ. ചിറയ്ക്കൽ. സിസ്റ്റത്തിന്റെ ഫെയിലിയറിനെ കുറിച്ച് പറഞ്ഞതിന് അദ്ദേഹത്തെ എന്തെല്ലാം തരത്തിലാണ് ഇവർ ഉപദ്രവിച്ചത്. അദ്ദേഹത്തെ തിരിച്ചു. ഇങ്ങനെയുള്ള നടപടികൾ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് മാഷെ. ആ കൈ നഷ്ടപ്പെട്ട കുട്ടിക്ക് വലുതാവുമ്പോ ജോലി വാഗ്ദാനം വാഗ്ദാനം ചെയ്തു. പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഞാൻ അതുകൊണ്ട് ഇപ്പൊ സതീശന് മാർക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഈ ഘട്ടത്തിൽ ഉം, കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സ്വന്തം പാളയത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ മറന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ മുനമ്പം ഭൂമി ഉം, വഖഫ് ഭൂമി അല്ല. അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വഖഫ് ബോർഡ് മറിച്ച് പറയുന്നു. വഖഫ് മന്ത്രി മറിച്ച് പറയുന്നു.
മുസ്ലിം ലീഗ് മറിച്ച് പറയുന്നു, മുസ്ലിം സംഘടനകളൊക്കെ മറിച്ച് പറയുന്നു. അവരുടെ ദാസനാണ് ഇദ്ദേഹം എന്നാണല്ലോ നമ്മൾ പൊതുവെ ധരിച്ചത്. ഉം. പക്ഷെ അദ്ദേഹം എടുക്കേണ്ട സമയത്ത് നിലപാടെടുത്തിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വഖഫ് ഭൂമിയല്ല. പക്ഷെ മുനമ്പത്തെ അങ്ങനെ ഒരു പറച്ചിൽ പറയുന്നതിന് മാത്രം കാര്യമില്ലല്ലോ മാഷെ. അല്ല, ഇനി ചെയ്യേണ്ടതൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലല്ല. അതെ, നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കണല്ലോ. ഒന്നിപ്പോ എന്താന്ന് വെച്ചാൽ വഖഫ് ബോർഡ് ഏറ്റെടുക്കുകയാണ് ഉം. ഭൂമി. ഇത് ഞങ്ങളുടേതാണ് വഖഫ് ബോർഡ് അവകാശപ്പെടുകയാണ്. അത് പിണറായി വിജയന്റെ വഖഫ് ബോർഡ് വന്നപ്പോഴാണ് അവസാനം വഖഫ് ബോർഡ് മാറ്റി നിയമിച്ചപ്പോഴും അത് മാറ്റം വരുത്തിയില്ല. ഉം. സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാവ് ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് കേരള വഖഫ് ബോർഡ് ഏറ്റെടുത്തത്. ഉം. പിണറായി വിജയന്റെ വഖഫ് ബോർഡ് ഏറ്റെടുത്തിട്ട് എന്താ ചെയ്തത്? പിണറായി വിജയന്റെ KS ഹംസയുടെ വഖഫ് ബോർഡ് വന്നപ്പോൾ ചെയ്തത് ഇത് ഉമീദ് പീറ്റ് പോർട്ടലിലും കൂടി രജിസ്റ്റർ ചെയ്തു. എന്ന് വെച്ചാൽ കേന്ദ്രത്തിനും കൂടി കൊടുത്തു. ഇനി ഒന്നുകിൽ അവിടെ റദ്ദാക്കണം. അതിൽ ഒരു ക്ലോസ് ഉണ്ട്. ഇത് സബ്ജുഡീസ് ആണെന്ന് ക്ലോസ് പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ. അപ്പോ എന്താ രേഖകൾ പ്രശ്നം? ശരിയല്ലെങ്കിൽ അത് റദ്ദാക്കാൻ പറ്റും. റദ്ദാക്കാം. രണ്ടു കാരണം കൂട്ടർക്കും പറ്റും. യോഗി അങ്ങനെയാണ് യുപിയിൽ ചെയ്തത്. യോഗിയുടെ ഒരു നിലപാടും ശക്തിയും ആർജവും ഒക്കെ ഒന്നിപ്പോ അത് നമ്മൾ കേരളത്തിൽ പ്രതീക്ഷിക്കാൻ വയ്യ. ഇപ്പൊ ഒന്നാമത് കൂട്ടുകക്ഷിയാണ്. Yeah. ഈ കൂട്ടുകക്ഷികളിൽ ആരൊക്കെ ഏതെല്ലാം സ്വഭാവക്കാരാന്ന് അറിഞ്ഞൂടെ? അതാണ് എന്റെ പ്രശ്നം. അപ്പോ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കേരള വഖഫ് ബോർഡിന് വേണമെങ്കിൽ റദ്ദാക്കാം. അതിന് ആർജവും വേണം, വഖഫ് ബോർഡിന്റെ തീരുമാനം വേണം. ഉം. ഇപ്പൊ വഖഫ് ബോർഡിലുള്ള കളി എന്താ? 9 പേരെ ഇവർ നിയമിച്ചു വെച്ചിരിക്കുന്നു. എല്ലാം ഇസ്ലാമിക സംഘടനകളുടെ പ്രതിനിധികളാണ്. 2 അമുസ്ലിങ്ങൾ വേണമെന്ന് കേന്ദ്ര നിയമത്തിലുണ്ട്. അത് ഇതുവരെ നിയമിച്ചിട്ടുമില്ല. വേണമെങ്കിൽ അക്കാരണം പറഞ്ഞിട്ട് വഖഫ് ബോർഡ് സമ്പൂർണ്ണമല്ല, ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഷോൺ ജോർജ് കോടതിയിൽ പോയിട്ടുണ്ട്. അതിന്റെ വിധി എന്താ? ഇതൊക്കെ കോടതിയിലാണ്, സുപ്രീം കോടതിയിലുണ്ട്, വഖഫ് ട്രിബ്യൂണലിൽ കേസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പ്രശ്നമുണ്ട്. എങ്കിലും ഇതിൽ ഒരു ദിശാബോധം നൽകുന്ന ഒരു നിലപാട് സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. അതുപോലെ സതീശന്റെ PM ശ്രീയില് കിടന്ന് ഉരുണ്ട് PM കളിക്കുന്നില്ല ശ്രീ മാഷെ. അല്ല ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു അത് നിലപാട്. ഞാൻ ചോദിക്കുന്നത് PM ശ്രീയില് കൃത്യമായിട്ട് പറയാലോ, അത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ചേർന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ PM ശ്രീ എന്ന് പറയുന്നത് 15,000-ഓളം സ്കൂളുകളാണ് രാജ്യത്തുടനീളം അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് മറ്റാരുടെയും നിലപാടുകൾ നോക്കേണ്ട ഒന്നും കാര്യമില്ലല്ലോ. നോക്കേണ്ട കാര്യം. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. മറ്റാരുടെയും എന്ന് പറയുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറഞ്ഞ ഉം. അദ്ദേഹത്തിന്റെ ഘടകകക്ഷിയാണെങ്കിൽ പോലും ആ ലീഗിന്റെ മറ്റൊരു മന്ത്രിയാണ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ മന്ത്രി ഷാജി. അവനാണ് ഇത് അറബിക്കടലിലേക്ക് എറിയുന്നൊക്കെ പറയാം. വായി തോന്നിയത് പറയുന്നതാണ്. ഇപ്പൊ പറയണ ഞാൻ വേദിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞൊന്നും മന്ത്രിയാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നാ. ഉം. മനസ്സിലായില്ലേ? പക്ഷേ അപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടൊരു നിലപാട് സതീശൻ എടുത്തിട്ടുണ്ട്. സതീശൻ പറഞ്ഞു ഇത് ഒരു ഗവൺമെന്റ് തുടർച്ചയാണ്. 2, എന്ത് കാരണത്തിനായാലും SSKയുടെ ഫണ്ട് കിട്ടാനാണെങ്കിൽ പോലും ഉം. നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അത് പിന്നെ ഒറ്റ കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കരിക്കുലത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിന്റെ കരിക്കുലമായിട്ട് നിൽക്കും. അതേ സമയത്ത് ഇത്തരം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളെ ഉം. ഇനി ഇതിന്റെ അപകടം ആലോചിച്ച് നോക്കൂ. 2020 വന്നതാണ് പ്രജിത ഈ സ്കീം. അതെ, എത്ര കൊല്ലം? പിണറായി വിജയൻ പോലും നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ 2025 കൊല്ലം നഷ്ടപ്പെടുത്തി. ഇതാ അടുത്ത കൊല്ലം തീരുകയാണിത്. ഉം. പുതിയ സ്കീം വരും. ഉം. അപ്പോ അതുകൊണ്ട് PM ശ്രീയില് എടുത്ത നിലപാട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എളുപ്പമല്ല. പിണറായി വിജയന് വേണമെങ്കിൽ കറക്റ്റ് നിലപാടെടുക്കാമായിരുന്നു. അത്രയേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. CPM-ന് അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ഉം. ഇപ്പൊ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും ഘടകകക്ഷികളൊക്കെ എതിരാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എന്നാലും അദ്ദേഹം ഒരു നിലപാടെടുത്തിട്ടുണ്ട്. സർവോപരി ഞാൻ സതീശന് ഈ 8 മാർക്ക് കൊടുക്കുന്നതിൽ ബാക്കി ഒരു 3 മാർക്കെങ്കിലും എന്തിനാണെന്നറിയോ? എന്തിനാണ് മാഷെ? അദ്ദേഹത്തിന്റെ പെർഫോമൻസിനാണ്. നിങ്ങൾ നിയമസഭയിൽ ഞാൻ ഞാൻ നിയമസഭ സൂക്ഷ്മമായിട്ട് നോക്കാറുണ്ട്. നീ ഇപ്പൊ സഭാ TV വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്ക്. ഈ ഒരു മാസത്തെ പെർഫോമൻസ്. ഇന്നലെ തോമസ് ഐസക്കാണ് പറഞ്ഞത്, നമ്മൾ നല്ലത് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ നന്നായാൽ മാത്രം പോരാ, നല്ലവരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്തിനാ? എന്ന് 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 ആർക്കിട്ട് കൊടുത്താണ്. EMS സെമിനാറിൽ പോയിട്ട് ഇദ്ദേഹം പറയാണ്, തോമസ് ഐസക് ആരോടാ പറയണത്? നീ നന്നായാൽ മാത്രം പോരാ, നീ നന്നൂന്ന് നീ പറഞ്ഞാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് കൂടി തോന്നണം, ജനങ്ങൾ കൂടി തോന്നണം. ആരോട്? പിണറായി കിട്ട് കൊടുത്താണത്. പക്ഷേ ആ പറഞ്ഞതൊന്നും സതീശന് കൊടുത്തു. സതീശന് പറയുക മാത്രമല്ല, അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ധവളപത്രത്തിന്റെ ചർച്ച വന്നല്ലോ. ധവളപത്രത്തിന്റെ കാണേണ്ടതാണ്, ക്ലാസിക്കാണ്. ധവളപത്രം ചർച്ചയിൽ അദ്ദേഹം ഒരുത്തൻ ഒരിക്കലേ മിണ്ടിയിട്ടുള്ളൂ. പറഞ്ഞതിന് ഷാർപ്പായിട്ട് മറുപടി പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് എന്നാരോ പറഞ്ഞു. KN ബാലഗോപാലിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യാനല്ല ഞങ്ങളെ ജനം തിരഞ്ഞെടുത്തത്, നിങ്ങൾ ചെയ്തതിനെ തിരുത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു പാർലമെന്റേറിയൻ എങ്ങനെയാണ് ഷൈൻ ചെയ്യേണ്ടത്? ഒരക്ഷരം ഒരു മനുഷ്യന് 35 പേരുണ്ടല്ലോ, വെറുതെ ഇരിക്കുന്നവരൊന്നുമല്ലല്ലോ. ഉം. കൊള്ളാവുന്ന ഒരാളുകളുണ്ട് അതില്. മുൻ മന്ത്രിമാർ സി. രവീന്ദ്രനാഥ് ഒക്കെയുള്ള ആളുകള് കേമന്മാരുണ്ട്. ഒറ്റ എണ്ണത്തിന് നാവിറങ്ങി പോകുന്ന മട്ടിൽ അദ്ദേഹം പാർലമെന്ററി പെർഫോമൻസ് അത് ക്ലാസിക്കാണ്. കേരള ചരിത്രത്തില് ഏറ്റവും ഒരുപക്ഷേ ആ ആദ്യകാലത്തെ നമുക്കൊന്നും അത്ര ഓർമ്മയില്ല. ഇപ്പോ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇവരുടെയൊക്കെ അതെ. പെർഫോമൻസ്. അതാണ് ഒന്ന്. ഇപ്പോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അതുകൊണ്ട് സതീശന് നമ്മൾ കൊടുക്കുന്ന മാർക്ക് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ. എന്നാലും ജനവിരുദ്ധമായ നിലപാടുകളിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മീഡിയ പ്രതിപക്ഷം നിൽക്കണം. അതെ. ഞാനും പ്രതിപക്ഷത്ത് നിൽക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു മാർക്ക് വളരെ വളരെ പ്രധാനമാണ്. ആ പ്രധാനം അദ്ദേഹം സോ ഫാർ 1 മാസം കൊണ്ട് ജനങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം. നിരാശപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് ഒരു നമ്പറാണ്. വെറും തട്ടിപ്പാണ്, ഗിമ്മിക്കാണ്. ഇപ്പൊ നടത്തുന്ന സമരങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. "ഞാൻ ഇരുന്നിട്ടല്ലേ ഉള്ളൂ മനുഷ്യരെ. ഒന്ന് ചാരിക്കോട്ടെ." അപ്പൊ ഒന്ന് ഇരിക്കാനും ചാരാനും ഒക്കെ അവസരം കൊടുക്കുക അതെ. എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോ സതീശനോട് കാണിക്കേണ്ട ഒരു ജനാധിപത്യപരമായ മര്യാദ. തീർച്ചയായിട്ടും.